എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇഷ്ടവ്യക്തിയോർത്ത് രണ്ട് വൃക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരു പൈൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നാം ഇന്ന് നോക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ വൃക്ഷത്തെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലെങ്കിലും താൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മാത്രം ഇഷ്ടപ്പെടണം, സ്നേഹിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനൊരു ഭംഗം വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാവും. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ മാത്രമാണ് ഇഷ്ടം. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളും നന്മയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെട്ടുറപ്പും ചിലരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവർ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കി അത് സമാധാനം അവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കരുതെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്. അവർ അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തിയെ പല രീതിയിലും ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി അതിൽ നിന്നെല്ലാം മാറി നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നൊരു തലത്തിലേക്ക് മാത്രം സഞ്ചരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളാണ് ഏറ്റവും പ്രധാനം. അവരെന്തൊക്കെ കാണിച്ചാലും അവരെന്തെല്ലാം പ്രവർത്തിച്ചാലും ആ വ്യക്തി അതൊന്നും നോക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും കൈവശത്താക്കാനും അവർ നടത്തുന്ന ശ്രമങ്ങൾ ഇവിടെ പറയേണ്ടതാണ്. അവർ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ശ്രമങ്ങൾ വിജയിക്കില്ല. പക്ഷെ എന്നാലും ആ ശ്രമങ്ങളുമായിട്ട് അവർ തുടർന്നു പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ പല കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും മര്യാദക്ക് ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അവർ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനായിട്ടുള്ള ശ്രമങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കും. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവരത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സത്യം അതാണ്. ആയിട്ട് രണ്ടാമത്തെ ഈ പൈൽ, രണ്ട് വൃക്ഷങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഇത് പൊക്കം കുറഞ്ഞ രണ്ടാമത്തെ വൃക്ഷമാണ്. ഇത് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് പറയുന്നത്. ജീവിതത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെങ്ങനെ നോക്കിയാലും മറ്റൊരാളെ നിങ്ങൾക്ക് ഈ ജന്മം കണ്ടുപിടിക്കാൻ കഴിയില്ല. മറ്റൊരാളും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ജന്മം എത്തുകയുമില്ല. അക്കാര്യത്തിൽ നിങ്ങളൊരു സംശയിക്കേണ്ട. കാരണം അത്രത്തോളം താല്പര്യത്തോടെ ഇഷ്ടത്തോടെയാണ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും, ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാനും എന്തൊക്കെ ലക്ഷ്യം വെച്ചാലും അതൊന്നും വിജയിക്കുന്ന ഒരു സാധ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാണ് വലുത്. നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉൾക്കൊള്ളാനോ മറ്റാരെങ്കിലും കാണാനോ ഒന്നും സാധിക്കില്ല. അത്ര സീരിയസ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പം ജീവിക്കുക, നിങ്ങളുടെ ഒപ്പം മാത്രം പങ്കുവെച്ച് മുന്നോട്ട് പോവുക, അതുതന്നെയാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എങ്ങനെ പോയാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒളിഞ്ഞായാലും തെളിഞ്ഞായാലും നിങ്ങളല്ലാതെ ഒരാളെ സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങൾ മാത്രം ഒളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ കൂടാതെ
ഒരാളെ കുറ്റം ചിന്തിക്കുന്ന പോലുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം, ഞാൻ അല്ലാതെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ. പക്ഷെ അതൊന്നും ഒട്ടും സത്യമാവില്ല. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. ആരെയും കഴിയേയില്ല ആ വ്യക്തിക്ക്. നിങ്ങളല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാനോ മറ്റാരെങ്കിലും സ്വീകരിക്കാനോ ഒരിക്കലും ആ വ്യക്തിക്ക് സാധിക്കുകയുമില്ല. അങ്ങനെയാണ് ആ വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നത്. അത് ആരൊക്കെ അതിന് ശ്രമിച്ചാലും, പലരും മുമ്പ് ശ്രമിച്ചിരുന്നു, പക്ഷെ അതെല്ലാം അവർ മതിയാക്കിയിരിക്കുന്നു. കാരണം അവർക്കറിയാം നിങ്ങളെയല്ലാതെ ആ വ്യക്തി മറ്റാരെയും സ്നേഹിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളെ മാത്രം സ്നേഹിക്കുകയും നിങ്ങൾക്ക് മാത്രമേ ആ വ്യക്തി ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല. മറ്റുള്ളവർ ഈ വ്യക്തിയെ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും സാധിക്കുകയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.